ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ വിക്രം ഓഫീസിൽ നിന്നും വർഷയും കൂട്ടി വീട്ടിലേക്ക് വരുന്നു. വിക്രമിനെ വെയിറ്റ് ചെയ്ത് വീട്ടിൽ രണ്ടുപേർ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. വർഷയോട് അകത്തേക്ക് പൊക്കോളാന്ന് വിക്രം പറയുന്നു. വർഷ അകത്ത് പോയതിനു ശേഷം അവിടേക്ക് വന്ന ആളുകൾ പറയുന്നുണ്ട് സാറിനെ ഡിസ്റ്റർബ് ചെയ്തതിൽ ക്ഷമിക്കണമെന്നൊക്കെ. ഈ സമയത്ത് വിവാഹം കഴിഞ്ഞ് ഹണിമൂൺ സമയമല്ലേ എന്നൊക്കെ പറയാണ്. ആ സമയത്ത് വിക്രം പറയുന്നുണ്ട് എനിക്ക് അങ്ങനെയൊന്നുമില്ലെന്നൊക്കെ. എനിക്ക് എന്റെ ബിസിനസ് തന്നെയാണ് ഏറ്റവും വലുത്. ഞാൻ ഇവളെ വിവാഹം കഴിച്ചിരിക്കുന്നത് എന്നെ ചതിച്ചത് കൊണ്ടാണ്. എന്റെ ബിസിനസ്സിൽ ഇവൾ ഒരു ചതി ചെയ്തു, അതിന് പകരം വീട്ടാൻ വേണ്ടി മാത്രമാണെന്നൊക്കെ പറയുന്നു. ആ കാര്യം അവൾക്ക് പോലും അറിയത്തില്ലെന്നൊക്കെ വിക്രം പറയുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് കുറുപ്പിനെയും സെക്രട്ടറിയുമാണ്. കുറുപ്പ് സെക്രട്ടറിയോട് ചോദിക്കുന്നുണ്ട് വന്ദനയുടെ കാര്യം എന്തായെന്നൊക്കെ. സെക്രട്ടറി അപ്പോൾ പറയുന്നുണ്ട് ഒരു കാര്യവും അറിയാൻ പറ്റിയില്ല, ഇപ്പോഴല്ലേ അവിടുത്തെ വിവാഹമൊക്കെ കഴിഞ്ഞെന്നൊക്കെ പറയാണ്. കുറുപ്പ് ഉടനെ തന്നെ ഹരിതയെ വിളിക്കുന്നുണ്ട്. ഹരിതയെ വിളിച്ചിട്ട് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്നൊക്കെ ചോദിക്കുന്നു. ഹരിത അപ്പോൾ വീട്ടിൽ പ്രശ്നമുണ്ടായ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. മനോജിനൊരു ജോലി ശരിയായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നൊക്കെ. കുറുപ്പ് അപ്പോൾ പറയുന്നുണ്ട് നിന്നെ വിളിച്ചുകൊണ്ട് പോയപ്പോൾ എനിക്കിവിടെ എന്തുമാത്രം അപമാനമുണ്ടായെന്ന് നിനക്കറിയാമല്ലോ, അത്രയുമൊന്നും ഈ കാര്യങ്ങളൊന്നും വരത്തില്ലല്ലോ എന്നൊക്കെ പറയുന്നു. കുറുപ്പ് പറയുന്നുണ്ട് ഇതൊക്കെ നിങ്ങളുടെ കുടുംബ പ്രശ്നമല്ല, ഇതൊന്നും പരിഹരിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നു. കുറുപ്പ് വന്ദനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ഹരിത പറയുന്നുണ്ട് വന്ദനേച്ചി കേസിൽ നിന്നും പിന്മാറില്ല എന്ന്. രാജീവ് സാറിന്റെ മരണത്തിന്റെ കാര്യത്തിൽ സംശയമുള്ളത് കൊണ്ട് നല്ലൊരു വക്കീലിനെ കണ്ടുപിടിക്കണമെന്നും കേസ് ഏൽപ്പിക്കണമെന്നുമാണ് വന്ദനേച്ചി ആഗ്രഹിക്കുന്നതെന്നൊക്കെ പറയുന്നു. കുറുപ്പിന് അത് കേൾക്കുമ്പോൾ വെപ്രാളമാകുന്നുണ്ട്. കുറുപ്പ് വേറൊരു കോൾ വരുന്നു എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. സെക്രട്ടറി കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് കുറുപ്പിനോട് പറയുന്നുണ്ട് പ്രശ്നമാകുന്നുണ്ടല്ലോ, എന്തെങ്കിലും ചെയ്യണമല്ലോ എന്നൊക്കെ. ശേഷം കാണിക്കുന്നത് വന്ദന ദിയമോൾക്ക് ആഹാരം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് വന്ദനയുടെ ചേച്ചി വരുന്നു. വന്ദനയുടെ ചേച്ചി വന്ദനെ കുറ്റപ്പെടുത്തുകയാണ്. ദിയമോൾ കാരണം നിനക്കൊരു നല്ല ലൈഫ് ഉണ്ടാകത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. വർഷ ഭാഗ്യമുള്ളവളാണ്, ദിയമോൾ എങ്ങനെ കഴിയേണ്ടവളായിരുന്നു, പക്ഷെ ഇപ്പോൾ ഇവൾ ദാരിദ്ര്യത്തിലായില്ല എന്നൊക്കെ പറയുന്നു. ഇവളെയും കൊണ്ട് നീ നടന്നാൽ നിന്റെ ജീവിതവും പോകും, നിനക്കൊരു കല്യാണം പോലും നടക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കുകയാണ്. വന്ദന അപ്പോൾ ചേച്ചിയോട് ഒരുപാട് ദേഷ്യപ്പെടുന്നുണ്ട്. ദിയമോൾ എന്റെ മകളാണ്, ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറയുന്നു. വന്ദന കുറെ ദേഷ്യപ്പെടുമ്പോൾ ചേച്ചി അകത്തേക്ക് കയറി പോകുന്നുണ്ട്. വന്ദന ദിയമോളോട് പറയുന്നുണ്ട് ഞാൻ പുറത്തു വരെ പോയിട്ട് വരാമെന്ന്. ആ സമയത്ത് ചന്ദ്രിക വന്നിട്ട് ചോദിക്കുന്നുണ്ട് എവിടെ പോവുകയാണെന്ന്. വന്ദന പറയുന്നുണ്ട് ജോലിക്ക് വേണ്ടി 2-3 സ്ഥലത്ത് ശ്രമിച്ചിട്ടുണ്ട്, ഒരു സ്ഥലത്ത് വിളിച്ചിട്ടുണ്ട്, അവിടേക്ക് പോകാനാണെന്ന്. ചന്ദ്രിക അപ്പോൾ പറയുന്നുണ്ട് ആ ജോലിയൊന്നും നോക്കണ്ട, വർഷയോട് ഞാൻ കാര്യം പറഞ്ഞിട്ടുണ്ട്, നിനക്കൊരു ജോലി ശരിയാക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വന്ദനയ്ക്ക് അപ്പോൾ ദേഷ്യം വരുന്നുണ്ട്. വന്ദന പറയുന്നുണ്ട് എനിക്ക് ആരെയും ഔദാര്യം വേണ്ട, എനിക്കുള്ള ജോലി ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം. വന്ദന അങ്ങനെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് എഴുന്നേറ്റ് പോകുന്നുണ്ട്. ചന്ദ്രിക അപ്പോൾ വിചാരിക്കുന്നുണ്ട് ഇവൾക്ക് എന്തു പറ്റിയെന്നൊക്കെ. ശേഷം കാണിക്കുന്നത് വർഷ കസേരയിൽ ഇരുന്ന് ഉറങ്ങുകയാണ്. ആ സമയത്ത് വിക്രം പോകാൻ ഇറങ്ങുന്നു. വിക്രം വന്നിട്ട് വർഷയോട് ഉറങ്ങുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. വർഷ അപ്പോൾ പറയുന്നുണ്ട് ഇരുന്നപ്പോൾ അറിയാതെ ഉറങ്ങിപ്പോയെന്നൊക്കെ. വിക്രം അപ്പോൾ പറയുന്നുണ്ട് വർഷയുടെ വീട്ടിൽ അച്ഛൻ പോകാൻ ഇറങ്ങുമ്പോൾ അമ്മ ശകുനമായിട്ട് നിൽക്കാറില്ല എന്നൊക്കെ, അതൊക്കെ അവരുടെ ഒരു പ്രണയമാണെന്നൊക്കെ പറയുന്നു. വിക്രം പറയുന്നുണ്ട് എന്തായാലും ഞാൻ പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് വർഷ ചേർത്ത് പിടിക്കുന്നുണ്ട്. വർഷ അപ്പോൾ പറയുന്നുണ്ട് പുതിയ കമ്പനിയിലേക്ക് വന്ദനേച്ചിക്ക് ജോലി കൊടുക്കാമെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നു എന്ന്. ഏട്ടനോട് ചോദിക്കാതെ പറഞ്ഞത് തെറ്റായിപ്പോയോ എന്നൊക്കെ ചോദിക്കാണ്. വിക്രം അപ്പോൾ പറയുന്നുണ്ട് എന്തായാലും വന്ദനയ്ക്ക് ജോലി കൊടുക്കാൻ പറ്റത്തില്ല, കമ്പനി പോലും തുടങ്ങിയിട്ടില്ല. ഒരാളെ കമ്പനിയിൽ സെലക്ട് ചെയ്യണമെങ്കിൽ അതിൻ്റെതായ റൂൾസും ഇന്റർവ്യൂവും ഒക്കെ ഉണ്ട്, അല്ലാതൊന്നും പറ്റത്തില്ലെന്നൊക്കെ പറയുന്നു. വിക്രം പറയുന്നുണ്ട് അത് മാത്രമല്ല ആർക്കെങ്കിലും എന്തെങ്കിലും വാക്ക് കൊടുക്കുന്നതിന് മുമ്പ് എന്നോട് ചോദിച്ചിട്ട് വേണമെന്നൊക്കെ. വിക്രം അത്രയുമൊക്കെ സംസാരിച്ചിട്ട് വീണ്ടും വർഷയോട് സ്നേഹത്തോടെ പെരുമാറിയിട്ടൊക്കെ പോവുകയാണ്. ശേഷം കാണിക്കുന്നത് വന്ദന ഒരു വക്കീലിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. വക്കീലിനോട് വന്ദന പറയുന്നുണ്ട് ഞാൻ വന്ദനയാണ്, ജോലിക്ക് വേണ്ടി വന്നതാണെന്ന്. വക്കീൽ അപ്പോൾ പറയുന്നുണ്ട് രാജീവ് സാറിന്റെ വക്കീൽ എന്നെ വിളിച്ച് കാര്യം പറഞ്ഞിരുന്നു, അതുകൊണ്ടാണ് വന്ദനയ്ക്ക് ജോലി തരുന്നതെന്നൊക്കെ. ശേഷം കാണിക്കുന്നത് വന്ദന ഫയലൊക്കെ അടുക്കി വെക്കുകയാണ്. വന്ദന അങ്ങനെ അടുക്കി വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വിക്രമിന്റെ കമ്പനിയിലെ ഫയൽ അവിടെ ഇരിക്കുന്നത് കാണുന്നുണ്ട്. വന്ദന അപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് വിക്രമിന്റെ കമ്പനിയിൽ നടക്കുന്നത് എന്തായാലും നേരായ ബിസിനസ് ആയിരിക്കില്ല, എന്തെങ്കിലും നിയമവിരുദ്ധമായിട്ടുള്ളതായിരിക്കുമെന്നൊക്കെ വിചാരിക്കുന്നു. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക് യു.